Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്നുകൊണ്ടുള്ളൊരു പപ്പടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉഴുന്ന് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഉഴുന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. മിക്സിയുടെ ജാറിലാണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഉഴുന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം, ഒട്ടും തരിയില്ലാതെ. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. പപ്പടമാകുമ്പോൾ ഉപ്പ് നല്ലോണം ഉണ്ടാവണമല്ലോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ടിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കാം. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം കൂടിപ്പോയാൽ പപ്പടം ശരിയാവില്ല. നോർമൽ വാട്ടറാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, ചുടുവെള്ളമൊന്നുമല്ല. എന്നിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. ഒട്ടും വെള്ളം കൂടണ്ട. വേണമെങ്കിൽ നമുക്ക് കൈയൊന്ന് നനച്ചിട്ട് കുഴച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. കുത്തമ്മ വെച്ചിട്ടാണ് ഞാനിത് കുത്തി കൊടുക്കുന്നത്. നല്ലപോലെ കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ പപ്പടം ശരിയായി കിട്ടുള്ളൂ. പപ്പടമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം, അല്ലെങ്കിൽ പപ്പടം നല്ല ഉണക്കായി പോവും. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കുത്തി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി കുഴച്ച് കൊടുക്കുക. പിന്നെ കയ്യിൽ കുറച്ച് നല്ലെണ്ണ ആക്കിയിട്ട് ഒന്നുകൂടി കുഴച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്യുക. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ടെടുക്കാം. മൈദപ്പൊടി വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. പരത്തുമ്പം റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല അരച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒരു മൂടി വെച്ചാണ്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ കുറച്ച് ഞാൻ വലിയ ബോളായി എടുത്തിട്ട് പരത്തി. അങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് വലിയതായിട്ട് കിട്ടും. അതിൽ വന്ന് 3ഉം 4ഉം ഒക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് പപ്പടക്കാരം കിട്ടുകയാണെങ്കിൽ അത് ചേർത്താൽ മതി. എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തത്. വീട്ടിലുണ്ടാക്കണമാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാനും പറ്റുമല്ലോ, കെമിക്കലൊന്നും ഇല്ലല്ലോ. ഇതുപോലെയാണ് ചെയ്തത്. വലുതായിട്ട് പരത്തുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വലിയതായിട്ട് തന്നെ പരത്തിയിട്ടെടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ കട്ട് ചെയ്തിട്ടെടുത്തു. ഇതുപോലെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് എടുക്കുക. 5 മിനിറ്റ് ഉണങ്ങിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് നേരം ഉണക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഉണക്കുമ്പോൾ ഉണക്കം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ഇതാ നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.